ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കയർ, കൈത്തറി, കശുവണ്ടി കോൺക്ലേവ് ഏപ്രിലിൽ. വ്യവസായ വകുപ്പാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കൈത്തറി, കശുവണ്ടി മേഖലകളുടെ ഭാവി വികസനം ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കും. സർക്കാർ ഈ മേഖലകൾക്കായി നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തുടർ പരിപാടികൾ ആവിഷ്കരിക്കും. മേഖലയുടെ ഭാവി വികസനത്തിൽ നിർണായക ചുവടുവയ്പ് കുറിക്കുന്നതാവും കോൺക്ലേവ് എന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. ഓരോ മേഖലകളും കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ 3 കേന്ദ്രങ്ങളിലായി പ്രത്യേക കോൺക്ലേവുകൾ സംഘടിപ്പിച്ച ശേഷം ഏപ്രിലിൽ ആലപ്പുഴയിലായിരിക്കും സംയുക്ത കോൺക്ലേവ്. ആദ്യഘട്ടത്തിൽ കയർ കോൺക്ലേവ് ആലപ്പുഴയിലും, കശുവണ്ടി മേഖലയുടെ കോൺക്ലേവ് കൊല്ലത്തും, കൈത്തറി കോൺക്ലേവ് കണ്ണൂരിലും നടത്തും. ഇതിനുശേഷം 3 മേഖലകളുടെയും സംയുക്ത കോൺക്ലേവ് ഏപ്രിൽ അവസാന വാരം ആലപ്പുഴയിൽ നടക്കും. 3 മേഖലകളിലെയും വിദഗ്ധർ, ഉദ്യോഗസ്ഥർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങൾ, വ്യവസായികൾ, കയറ്റുമതിക്കാർ, ട്രേഡ് യൂണിയനുകൾ, വിജയകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സംരംഭകർ, ഗവേഷണ സ്ഥാപനങ്ങൾ, വാൾമാർട്ട് ഉൾപ്പെടെയുള്ള വിപണന ഓൺലൈൻ വിൽപ്പന സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റേഷൻ കാർഡ് KYC മസ്റ്ററിംഗ് മാർച്ച് 31 മുൻപ് പൂർത്തിയാക്കണം. റേഷൻ കടകൾ, താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. റേഷൻ ഗുണഭോക്താക്കൾ മാർച്ച് 31 മുമ്പ് KYC പൂർത്തിയാക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ KYC പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് 31 അവസാനിക്കും. KYC പൂർത്തിയാക്കാത്തവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇനിയും പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ, താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫി TV. PM ഇന്റേൺഷിപ്പ് സ്കീം രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് 12 PM ഇന്റേൺഷിപ്പ് സ്കീം 2025 രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലായ pminternship.mca.gov.in സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് 12. 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് യോഗ്യത പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട്. അപേക്ഷകർ 21നും 24നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഇന്ത്യയിലെ മികച്ച 500 കമ്പനികളിലെ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം. 5 വർഷത്തിനുള്ളിൽ യുവാക്കൾക്ക് 1 കോടി ഇന്റേൺഷിപ്പുകൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 12 മാസത്തെ ഇന്റേൺഷിപ്പിന്റെ മുഴുവൻ കാലയളവിലേക്കും ഓരോ ഇന്റേണിനും 5000 രൂപ പ്രതിമാസം സഹായം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രോജക്റ്റ് സയന്റിസ്റ്റിന്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ME അല്ലെങ്കിൽ MTech യോഗ്യതയുള്ളവർക്ക് ഓഫ്ലൈനായി അപേക്ഷിക്കാം. ഓഫ്ലൈൻ അപേക്ഷ 19 അവസാനിക്കും. IIT ഡൽഹി വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. റിക്രൂട്ട്മെന്റ് പ്രക്രിയ, യോഗ്യത, അപേക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം.